താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് ഫ്രൈസർ ഫാമിലിയിൽ നിന്ന്. നമ്മൾ പല പല ആവശ്യങ്ങളുമായി നിരന്തരം ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ. ആ വിധത്തിലൊരു പ്രാർത്ഥനയുമായിട്ടാണ് ദൈവസേനയിൽ ഇപ്പോൾ ഈ വചന സന്ദേശത്തിനൊപ്പം നിങ്ങളായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. പല വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകുന്നുണ്ട്. ആ നൽകുന്നത് കൊണ്ടാണ് ഇന്നും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കത്തില്ലല്ലോ. എങ്കിലും ചില വിഷയങ്ങൾക്കെങ്കിലും മറുപടി കിട്ടാറില്ല, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാറില്ല. അങ്ങനെ ഒരു കൂട്ടരും ഇതിനൊപ്പം തന്നെ കാണും അല്ലെ. ഈ മെസ്സേജ് കേൾക്കുന്നവരിലും അങ്ങനെ ഒരു കൂട്ടർ കാണും. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് സമയതാമസം കൂടാതെ മറുപടി പ്രാപിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നേടിയെടുക്കാം. അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നിട്ട് ഒരു 6 ടിപ്സ് എന്ന് പറയാം. പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ 6 നിലകളിലുള്ള ഒരു മാറ്റം. റെഡിയാണോ? ഒന്നാമതായിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്കൊരു വിഷയമുണ്ട്, ഇപ്പോൾ രോഗമാണ്, അല്ലെങ്കിൽ കടമാണ്, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? യേശുവേ എൻ്റെ രോഗം മാറ്റി തരണമേ, യേശുവേ എൻ്റെ കടഭാരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ, യേശുവേ എൻ്റെ തലമുറകളുടെ ഈ വിഷയത്തിൽ നിന്ന് എനിക്കൊരു പരിഹാരം വരുത്തി തരണമേ, എൻ്റെ ഭർത്താവിനെ മടക്കി വരുത്തേണമേ. ഇല്ലേ, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇതൊരു സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാണ്. കാരണം ക്രിസ്തീയ വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് സ്വാർത്ഥതയല്ല, മറ്റുള്ളവന് വേണ്ടി. നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. അതാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾ ആരെയും കൊല്ലാനും തല്ലാനും ഒന്നും പോകാത്ത, അല്ലേ. അങ്ങനെ പോകരുത് കേട്ടോ. നോക്കി, അപ്പോൾ എങ്ങനെയാണ് മാറ്റം വരുത്താനുള്ളത്? നിങ്ങൾക്കൊപ്പം നിങ്ങളെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി പേർ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണും. അവർക്ക് വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. വാക്യമോ യോബിന്റെ പുസ്തകം തന്നെ 42-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇരട്ടിയായി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊരു സൂത്രം കൂടെ. എന്താ സൂത്രം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊരു വല്ലാത്ത രോഗത്തിലായിരിക്കുന്നു. എൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ രോഗം തന്നെ ഓർത്തോർത്ത് കുറേ കഴിയുമ്പോൾ എനിക്ക് ടെൻഷനാവും. അങ്ങനെയല്ലേ? നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? ആ രോഗം കഠിനമായി മാറുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ നമ്മൾ ആ രോഗത്തിൽ തന്നെ ആയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. നമ്മുടെ കടത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരും: ഞാൻ കടക്കാരനാണ് അല്ലേ. അതൊരു നെഗറ്റീവ് തോട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒപ്പമുള്ളവർക്ക് വേണ്ടി, നമ്മളെപ്പോലെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദര, നിങ്ങളെപ്പോലെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെ തലമുറകളെ കൊണ്ട് കരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭാര്യ ഇട്ടിട്ട് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി, നിങ്ങളെപ്പോലെ കഷ്ടമനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെയും നിങ്ങൾക്കൊരു സംശയം കാണും: ദൈവദാസനെ, ആദ്യം ഞങ്ങളുടെ കഷ്ടതയൊന്നും മാറിയിട്ടാണെങ്കിൽ പ്രാർത്ഥിക്കുവാൻ എളുപ്പമാണല്ലോ. അല്ലെന്നേ, യോബ് കഷ്ടതയിലായിരിക്കുന്നു. അത് ചെറിയ കഷ്ടതയല്ല, വലിയ കഷ്ടത. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് യോബായിരിക്കുന്നു. അപ്പോഴാണ് ദൈവം യോബിനോട് പറയുന്നത്. ആരാ പറയുന്നത്? ദൈവം യോബിനോട് പറയുന്നത്: യോബേ, നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, അപ്പോൾ നിനക്കെല്ലാം ഞാൻ ഇരട്ടിയായി തിരികെ തരാം. അപ്പോൾ ഈ ഒരു പോയിന്റ് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് അടുത്ത് 2-ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. 1-ാമത്തെ പോയിന്റ് എന്താണ്? നമുക്ക് വേണ്ടിയല്ല, നമുക്കൊപ്പമുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. 2, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ആ പോലെ എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുന്ന പ്രാർത്ഥന അതുപോലെ ഏറ്റു ചൊല്ലണമെന്നല്ല, മറിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നോക്കിയേ, 9-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. യേശു കർത്താവ് പറയുകയാണേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ പിതാവേ. അവിടെയും ആ സ്വാർത്ഥതയുടെ ഒരു അനുഭവമുണ്ട് പലപ്പോഴും. എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, അല്ലേ? അതല്ലേ നമ്മുടെ പ്രാർത്ഥന. അതും സ്വാർത്ഥതയാണ് കേട്ടോ, അത് പാടില്ല. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും സംശയം തോന്നും: ഓ, പിന്നെ എൻ്റെ എന്ന് പ്രാർത്ഥിച്ചാലോ ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിച്ചാലോ എന്താണ് വ്യത്യാസം? വ്യത്യാസമുണ്ട് പ്രിയരെ. എൻ്റെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാത്രം. പക്ഷെ ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴോ ഒരാൾ കൂടെ അവിടെ വരും. ആരാ? പ്രാർത്ഥന പഠിപ്പിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഓ, താങ്ക് ഗോഡ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമേ. ഞങ്ങളുടെ കർത്താവേ,
ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തണമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വലിയത് പ്രവർത്തിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യേശു തൊട്ടടുത്തുണ്ട്. ഓ താങ്ക് ഗോഡ്, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറുപടിക്ക് എന്തെങ്കിലും താമസമുണ്ടോ? അവയെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ യേശുവിനെയും കൂടെ ചേർത്തോളണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഉത്തമ ബോധ്യം വേണം, യേശു എൻ്റെ കൂടെ ഉണ്ട്, ഞാനും യേശുവും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ യേശുവിലൂടെയാ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പിതാവായ ദൈവം മറുപടി തരുന്നത്. അല്ലാതെ നമ്മൾ എന്തൊക്കെ ആയതുകൊണ്ടല്ല. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ്, നമുക്ക് വേണ്ടിയിട്ട് പിതാവിനോട് ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യത്തോടെ ഞങ്ങളുടെ പിതാവേ അങ്ങനെ പ്രാർത്ഥിക്കുക. 3, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ്, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൂട്ടായ്മ, 2 പേർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവം പരിഹാരം തരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ കുടുംബത്തിൻ്റെ, അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മക്കളുടെ നല്ല ജോലി, നല്ല ഭാവി, നല്ല വിദ്യാഭ്യാസം, ഭർത്താവിൻ്റെ തൊഴിൽ, ഭർത്താവിൻ്റെ ആരോഗ്യം, അതല്ലേ, ഭാര്യയുടെ ആരോഗ്യം, സന്തോഷം, വീട്ടിനകത്ത് സമാധാനം, സ്വന്തം ഭവനം. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം 99% നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിനകത്തുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. ശ്രമിക്കുക എന്ന് പറയുവാൻ കാരണം ഇത് പലർക്കും നടക്കാത്ത കാര്യമാണ്, അല്ലേ? ഇപ്പം സങ്കടം മാറിയല്ലോ, പെട്ടെന്ന് എല്ലാവരും ചിന്തിച്ചു, അയ്യോ ഇനി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടൂലെന്നാണോ പറഞ്ഞു വരുന്നത്. കാരണം ഭർത്താവ് കൂടെ ഇരിക്കത്തില്ല, മക്കൾ കൂടെ ഇരിക്കത്തില്ല, ഭാര്യ കൂടെ ഇരിക്കത്തില്ല, തോന്നിയ പാടയാ. വിഷമിക്കണ്ട, 2-3 പേർ, അതല്ലേ കർത്താവ് പറഞ്ഞത്, ഞങ്ങളുണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കൊപ്പം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ അവസരമുള്ളവർ, ഭർത്താവിനൊപ്പം പ്രാർത്ഥിക്കുവാൻ അവസരമുള്ളവർ, അല്പം താമസിച്ച്, ഭർത്താവ് വരുമ്പോൾ അല്പം താമസിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നു അത്രയും സമയം ഭർത്താവ് പ്രാർത്ഥിക്കത്തില്ല, എങ്കിലും 5 മിനിറ്റ് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. നീയും നിൻ്റെ ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷം കൊണ്ടുവരും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഐക്യത കൊണ്ടുവരും. ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ ചിലപ്പോൾ തളർന്നായിരിക്കും, ജോലി കഴിഞ്ഞ് തളർന്നായിരിക്കും വരുന്നത്, അല്പസമയം ഇരിക്കും. ആ അല്പസമയം നിങ്ങൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, ബാക്കി സമയം നിങ്ങൾ പ്രാർത്ഥിച്ചോ. മക്കൾ അതുപോലെ പഠിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒത്തിരി പഠിക്കാൻ കാണും, പഠനഭാരം കാണും. അപ്പോൾ മറ്റു പല ആക്ടിവിറ്റീസിലും അവർ ഏർപ്പെടും. അതൊക്കെ കഴിഞ്ഞ് അവരുടെ സമയത്തായിരിക്കും പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ കൂടെ ഇരിക്കണം, അതിനെ കൂട്ടായ്മയാക്കി മാറ്റണം. മനസ്സിലായോ? അതിനല്പം പാടല്ലേ, ഒന്ന് താഴാനാ പാട്. അയ്യോ പിന്നെ ഞാനോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരി, അപ്പോൾ ഞാൻ തീരുമാനിക്കും സമയം, അതിനനുസരിച്ച് അവർ വന്നോളൂ. ഇല്ലെങ്കിൽ വഴക്കായി അടിയായി അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അവർക്കൊരു ചെറിയ താല്പര്യമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊപ്പം ഏതെങ്കിലും ഒരു സമയത്ത് അവരിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുമെങ്കിൽ ആ അവസരത്തെ മിസ് ചെയ്തോ, അത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്, നിങ്ങൾക്കത് ഭയങ്കര അനുഗ്രഹമായിരിക്കും. ആ ഒരു കൂട്ടായ്മ ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ സാക്ഷ്യമായിട്ട് തന്നെ പറയാൻ കഴിയും. ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആദ്യ നാളുകളിൽ എനിക്കും ഇതേ ഒരു ഇതായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന സമയത്തൊന്നും എൻ്റെ ഭാര്യ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദേവദാസൻ്റെ ദാസി അത്ര പോരാത്തതല്ല, അവൾക്ക് കൊച്ചിനെ നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, എനിക്ക് ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെയാണോ? അവൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അങ്ങ് പോയിരുന്നു ഒരേ ബഹളവും വിളിയും പ്രാർത്ഥനയാണ്, രാവുന്നില്ല പകലുന്നില്ല. പ്രാർത്ഥന നല്ലതാണ്, സ്വർഗം പ്രസാദിക്കും. പക്ഷേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അടുത്തൊരു കാൽവെപ്പിലേക്ക്, ശുശ്രൂഷയുടെ അടുത്തൊരു തലത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിയ പ്രാർത്ഥന, ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറായി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഉപവസിച്ചിട്ടുണ്ട്. പക്ഷേ അത്ര സമയമൊന്നും എനിക്ക് ഈ 3 ദിവസം ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ചിരുന്ന് ഉപവസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പറ്റിയ കുറച്ച് സമയം നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ കുറച്ച് സമയം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ആ ബ്ലെസ്സിങ് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഈ വചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ മാറ്റിയത്. അപ്പോൾ അത് മിസ് ചെയ്യരുത് കേട്ടോ, അത് വലിയ അനുഗ്രഹമാണ്. ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിനകത്തെ വിഷയങ്ങൾക്ക് വേണ്ടി ഭാര്യയും ഭർത്താവും മക്കളും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം കേട്ടോ. അത് അങ്ങനെ ഒരു കൂട്ടായ്മ പുറത്തു നിന്ന് കിട്ടാൻ നിങ്ങൾക്ക് പാടാം. പക്ഷെ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നവർക്കറിയാം, നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വേദന ഉൾക്കൊണ്ട് നിങ്ങൾക്കൊപ്പം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതാണ് ഇത്രമാത്രം റിസൾട്ടുകൾ, പ്രാർത്ഥനകളുടെ വലിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നത്, നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ആ കൂട്ടായ്മ മിസ് ചെയ്യരുത്. ഒന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണം?
നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കഷ്ടമനുഭവിക്കുന്ന ഒപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ഞങ്ങളുടെ പിതാവേ യേശുവിനെ കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുക. 3, കൂട്ടായ്മ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. 4, നമ്മുടെ ഇഷ്ടം ദൈവത്തെ അടിച്ചേൽപ്പിക്കുവാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ പ്രാർത്ഥിക്കുക. ഡൗട്ടായോ? നോക്കിയോ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നേ: അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം അത് നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങളുടെ തകർച്ചയോ കഷ്ടതയോ ഉപദ്രവമോ ഒന്നുമല്ല. നിങ്ങളുടെ വർധനവാണ്, നിങ്ങളുടെ സമൃദ്ധിയാണ്, നിങ്ങളുടെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ആബ്രഹാമിനെ എങ്ങനെയൊക്കെ അനുഗ്രഹിച്ചു, ഇന്നും അவ்விധത്തിൽ തന്നെ ഭക്തനെ ദൈവം അനുഗ്രഹിക്കും. ഗലാത്യലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആബ്രഹാമിന്റെ വാഗ്ദത്തം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചുകൊള്ളുവിൻ. ആബ്രഹാമിന്റെ വാഗ്ദത്തം, അതേ ആ ബ്ലെസ്സിങ്സ് അത് നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം, ആ അനുഗ്രഹങ്ങൾ, ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. അതങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറയുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമുക്കൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അതിനെ മറ്റാർക്കെങ്കിലുമൊക്കെ പിടിച്ചു പറിച്ചെടുത്തോണ്ട് പോകാൻ പറ്റും. പക്ഷേ ദൈവം തരുന്നത് അങ്ങനെയല്ല. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് എത്ര നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മൾ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത അതാ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. നോക്കി, അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്: പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരയണമേ. ഒപ്പം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? ഉയർപ്പാണ്. ഉയർപ്പിന് വേണ്ടി കഷ്ടത താണാലല്ലേ ഉയരാൻ പറ്റത്തുള്ളൂ, അല്ലേ? കയറി വരാൻ പറ്റുന്നത് എപ്പോഴാ? താഴെ ആയിരിക്കുമ്പോഴാ. അപ്പോൾ ഈ കഷ്ടത ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉയർച്ച തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നിലനിൽക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറിയാൽ നിങ്ങളുടെ ജീവിതം മഹത്വപൂർണ്ണമായി തീരും. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവം നിങ്ങളെയും ഉയർപ്പിക്കും. നിങ്ങളായിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളെയും കർത്താവ് ഉയർപ്പിക്കും. ആ ഇല്ലായ്മയുടെ മധ്യത്തിൽ നിന്ന്, ആ ബാധ്യതകളുടെ മധ്യത്തിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന്, കടത്തിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ ഉയർപ്പിക്കും, കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പോൾ 5, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്കൊപ്പമുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുവാൻ. ഭാര്യയോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വെച്ചുകൊണ്ട് സഹോദര നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. ഭർത്താവിനോട് വെറുപ്പും വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് സഹോദരി നീ പ്രാർത്ഥിച്ചാൽ, മക്കളോട് കോപം വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ, സഹോദരങ്ങളോട് കോപം വെച്ചുകൊണ്ട്, ദേശവാസികളോട് ചുറ്റുമുള്ളവരോട് കോപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തേയില്ല. അതുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വമായി തന്നെ ക്ഷമിക്കണം. നിങ്ങളോട് തെറ്റ് ചെയ്തവരോടും, നിങ്ങളെ ഉപദ്രവിച്ചവരോടും, നിങ്ങളെ പരിഹസിച്ചവരോടും ഒക്കെ നിങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറാകുക. അങ്ങനെ ക്ഷമിച്ചാലേ ദൈവം പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ക്ഷമ ഏറ്റവും അത്യാവശ്യമാണ്. ആ കോപവും വൈരാഗ്യവും ഒക്കെ മാറ്റിക്കളയുക. ഞാനിങ്ങനെ പറഞ്ഞുതരാം. നിങ്ങളിൽ കോപമോ വൈരാഗ്യമോ ദേഷ്യമോ പകയോ ഉണ്ടെങ്കിൽ അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, അഥവാ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. പകയും കോപവും പിശാചിൻ്റെ പ്രവൃത്തിയും നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രസാദിപ്പിക്കുവാൻ കഴിയുക? കഴിയത്തില്ല. കാരണം പിശാചിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. പിശാചേ ആ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. പിശാച് ശരിയാക്കി തന്നതും തന്നെ. ആമേൻ. അപ്പോൾ അത് നടക്കത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി 6-ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും, നമ്മിൽ പാപമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാപം ചെയ്യുന്ന വ്യക്തി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്, പിശാചിൻ്റെ ദാസനാണ്, പിശാചിൻ്റെ അടിമയാണ്. അവൻ്റെ പാപം ഒരിക്കലും ദൈവം കേൾക്കത്തില്ല. അതുകൊണ്ട് പാപത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് വേണം നിങ്ങൾ ചെയ്യുന്ന തിന്മ പ്രവൃത്തികൾ, പാപപ്രവൃത്തികൾ, ചെയ്യുവാൻ പാടില്ലാത്തത്. വേദപുസ്തകം അതേക്കുറിച്ച് വ്യക്തമായി നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ പ്രവൃത്തികളിൽ നിന്ന് പുറത്തു വന്നിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. പാപക്ഷമയ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാം? ഇന്നലത്തെ മെസ്സേജ് അതേക്കുറിച്ചാണ്. അപ്പോൾ ആ മെസ്സേജ് നിങ്ങൾ കേട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു പാപക്ഷമ പ്രാപിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. തെറ്റ് ചെയ്യരുത്, പാപം ചെയ്യരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം: ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദുഷ്ടൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നവരായി നിങ്ങൾ മാറരുത്
എന്നാൽ ദുഷ്ടൻ ആഗ്രഹിക്കുന്നത് പോലെ കഷ്ടപ്പാട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ 6 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായല്ലോ. ഈ 6 ടിപ്സ് നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ദൈവം മറുപടി തരും. ആ ഒന്നിലേക്ക് അല്പനേരത്തേക്ക് കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെപ്പോലെ കഷ്ടതയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ശുശ്രൂഷയുടെ തുടക്കകാലത്ത് ഞങ്ങളുടെ പപ്പയുടെയും അമ്മയുടെയും കൈക്കീഴിൽ ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്ന സമയം ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വരുന്ന ഒത്തിരി ദൂരെയല്ല, എന്നാൽ 3 വണ്ടി കയറിയാലേ ആലയത്തിൽ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് കടന്നു വരുന്ന ഒരു കുടുംബം, ഒരു സഹോദരൻ, സഹോദരി, 2 മക്കൾ. അപ്പോൾ അവർക്ക് ആലയത്തിൽ വരുവാൻ വളരെ പാടാണ്. വണ്ടി കിട്ടാൻ പാട്. 3 വണ്ടി കയറണമെന്നുള്ളതുകൊണ്ട് ഞായറാഴ്ച വരുമ്പോൾ താമസിക്കും. അതുകൊണ്ട് തന്നെ ആട്ടോ പിടിച്ചൊക്കെ അവർ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ. അവർക്കൊരു വാഹനം വേണം, ഒരു 4 വീലർ, ഒരു കാർ അവർക്ക് വാങ്ങുവാൻ കഴിയണം. അതിനുവേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് അവരോടും ഈ കാര്യം പറയും, ഞങ്ങൾ ഇതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ വീട്ടിൽ പോകുമ്പോഴും വിസിറ്റിന് പോകുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കും. പക്ഷേ അവരത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ, അവിടുത്തെ ആ സഹോദരൻ്റെ ചിന്തയിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതും മഴ പെയ്യുന്നതും കാറ്റടിക്കുന്നതും ഓക്സിജൻ ഉണ്ടാകുന്നതും ഇതെല്ലാം പുള്ളി അധ്വാനിക്കുന്നത് കൊണ്ടും പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും എന്ന് ചിന്തിക്കുന്ന ആൾ. അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നവരിലും ഉണ്ട്. നമുക്ക് എന്ത് കഴിയുമോ അതാണ് ഈ ലോകത്തിൻ്റെ അവസാനം, അതിനപ്പുറം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർ. അപ്പോൾ പുള്ളി പറയുന്നത് ഇങ്ങനെ, അയ്യോ ഒരു കാർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല, എല്ലാ ദിവസവും പണിയൊക്കെ ഉള്ളതാണ്, നല്ല ജീവിക്കാനൊക്കെ നിവർത്തിയുള്ളതാണ്, പക്ഷേ അതിനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പറയും, ബ്രദറെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്, ദൈവം തരുന്നത്. ഓ പിന്നെ മനസ്സിലായില്ലേ? നമ്മൾ വിചാരിച്ചാലേ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്ന ആൾ. ആ പുള്ളി ഇപ്പോഴും ഉണ്ട്. പുള്ളി ഇപ്പോഴും നേരത്തെ എഴുന്നേൽക്കും. എന്താണെന്നറിയാമോ? പുള്ളി എഴുന്നേറ്റില്ലെങ്കിൽ സൂര്യനെങ്ങാനും ഉദിക്കാതെ നിന്നാലോ, അതുകൊണ്ട് രാവിലെ എഴുന്നേക്കും. പക്ഷേ കാർ കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടിയില്ല. ഞങ്ങൾ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ കാറുണ്ടായി. ഞങ്ങൾക്ക് കാർ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല, സത്യമാണ്. ആ കുടുംബത്തിന് കാർ കിട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നത്. അതിനുശേഷം നമ്മുടെ ഈ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവർക്കത് വേണോ വേണ്ടയോ, പക്ഷെ ഞങ്ങൾക്കത് കർത്താവ് തന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടായിരിക്കാം, അവർ ആ പ്രാർത്ഥന അംഗീകരിക്കത്തില്ലായിരിക്കാം. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, നിങ്ങളങ്ങ് പ്രാർത്ഥിക്കുക. അവരെങ്ങനെയുള്ളവരാണെങ്കിലും. ഇയ്യോബ് ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി. സ്നേഹിതന്മാർക്ക് വേണ്ടിയല്ലേ? ബെസ്റ്റ് സ്നേഹിതന്മാരാ. ഇയ്യോബിൻ്റെ കഷ്ടതയിൽ ആശ്വസിപ്പിക്കാനെന്ന വ്യാജനെ കൂടെ വന്ന് അവനായിട്ട് പറഞ്ഞ് കരയിപ്പിച്ച മക്കളാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവം ഏൽപ്പിച്ചത്. അപ്പോൾ നമുക്കൊപ്പം ഉള്ളവർക്ക് വേണ്ടി അവരെങ്ങനെയായിരുന്നാലും പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയായി കർത്താവ് തരും. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്കൊപ്പം കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ? സഹോദര, സഹോദരി, ആ ജോലി സ്ഥലത്ത് നിങ്ങളെപ്പോലെ കഷ്ടത അനുഭവിക്കുന്നവർ, ആ രാജ്യത്ത് ആ തൊഴിൽ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഇരട്ടിയായി പ്രതിഫലം നൽകി നിന്നെ മാനിക്കും. ആ ഇല്ലായ്മയ്ക്ക്, തൊഴിലിടത്തിൽ നീ അനുഭവിക്കുന്ന ഇല്ലായ്മയ്ക്ക്, ആ ഞെരുക്കത്തിന് കർത്താവ് പരിഹാരം വരുത്തും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ എന്തൊക്കെ ആഗ്രഹിച്ചാണോ നീ കടന്നുപോയത്, എന്തൊക്കെയാണോ നിനക്ക് കിട്ടാതിരിക്കുന്നത്, അതുകൊണ്ട് ഏതൊക്കെ നിലകളിൽ നീ വേദന അനുഭവിക്കുന്നുവോ, നിരാശ അനുഭവിക്കുന്നുവോ, നീ ബാധിക്കപ്പെട്ടായിരിക്കുന്നു, ആ ബാധിപ്പുകളിൽ നിന്ന് വിടുവിച്ച് ഇരട്ടി നീ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും ഇരട്ടി നിന്റെ ജീവിതത്തിൽ തന്ന് എൻ്റെ കർത്താവ് നിന്നെ മാനിക്കും. ആ ഭവനത്തിൻ്റെ പണി നീ ആഗ്രഹിക്കുന്നതിലും വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടും. യെസ്, ആ ജോലിയിലൂടെ നീ ആഗ്രഹിക്കുന്നതിലും നല്ല കോഴ്സിൽ നിന്റെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയും. ആ ബാധ്യതയിൽ നിന്ന് വേഗത്തിൽ പുറത്തു വരുവാൻ കഴിയും. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? നിങ്ങളെപ്പോലെ നിങ്ങൾക്കൊപ്പം കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരി, നിന്നെ പോലെ ഭർത്താവ് ഒപ്പമില്ലാതെ ഭർത്താവിൻ്റെ മദ്യപാനം മുഖാന്തരം പല നിലകളിൽ ബാധിക്കപ്പെട്ട് കരയുന്ന ഒത്തിരി സഹോദരിമാർ ചുറ്റുപാടുമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യെസ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തളർന്നു പോകുക. സഹോദര, എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഞാൻ തളർന്നു പോകുക. അതെ, അപ്പുറത്ത് ഒത്തിരി സഹോദരിമാർ നിന്നെ പോലെ കരയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വഴിതെറ്റിപ്പോയ, ലോകമോഹങ്ങളിൽ പിടിപ്പെട്ട, മധ്യത്തിൽ ആണ്ടുകൊണ്ടിരിക്കുന്ന, പലരുടെയും പിടിയിലായി പോയ നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ തരും. യെസ്, യേശുവിൻ നാമത്തിൽ നീ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ, യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ തരും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. സഹോദര, നിന്റെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ എൻ്റെ കർത്താവ് തിരികെ തരും. കരയുന്ന ഒത്തിരി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി സഹോദരങ്ങൾ നിന്നെ പോലെ കരയുന്നുണ്ട്, വേദനയിലായിരിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്റെ ഭാര്യയെ വേഗത്തിൽ എൻ്റെ കർത്താവ് തിരികെ തരും. തകർന്നു പോയ നിന്റെ കുടുംബ ജീവിതത്തെ എൻ്റെ കർത്താവ് പണിതുയർത്തും.
മാതാവേ പ്രാർത്ഥിക്ക്. കണ്ണുനീരാ മക്കളെക്കുറിച്ച് അയ്യോ പറയുവാനും കരയുവാനും മാത്രമേ സമയമുള്ളൂ. ദൈവദാസനെ ആ ഒരിടത്തും എത്തിയിട്ടില്ല. മോശം കൂട്ടുകെട്ടിലായി പോകുന്നു, മദ്യപാനം, അയ്യോ ദുർനടപ്പ്, അയ്യോ പറയണ്ട എല്ലാ കൊള്ളരുതായികളും എൻ്റെ മക്കൾക്കുണ്ട്. അവരങ്ങും ഇങ്ങും എത്താതെ ആയിരിക്കുന്നു. അതേ കരയുന്നത് നിർത്തിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്നെ പോലെ മുറിക്കകത്ത് കരഞ്ഞ് ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചായിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ അവർക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ തലമുറകൾ അവർ പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന്, ആ പരാജയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അവരുടെ വിദ്യാഭ്യാസത്തിന് പൂർത്തീകരണം ഉണ്ടാകും, അവർക്ക് നല്ല ജോലി കിട്ടും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, വിവാഹം നടക്കും. യേശുവിൻ നാമത്തിൽ വിവാഹം നടക്കാതെ, നിന്റെ മക്കളെക്കാളും പ്രായമായി വിവാഹം നടക്കാതെ കണ്ണുനീരോടെ ആയിരിക്കുന്ന അതേ നിന്റെ ദേശത്തിൽ നിന്റെ ചാർച്ചക്കാരുടെ മധ്യത്തിൽ ഉണ്ട്. പ്രാർത്ഥിക്കുക സഹോദരി, നിന്നെ ആ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മകളുടെ വിവാഹം നല്ല പ്രായത്തിൽ നടക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് ഗോഡ്. വിവാഹം നടക്കുവാൻ പോകുക. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അനുഗ്രഹിക്കപ്പെട്ട ഭാവി നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. അവർക്ക് നല്ല ജോലി ഉണ്ടാകുവാൻ പോകുക. നീ ഒപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയ്യോ കർത്താവേ, അയ്യോ യേശുവേ, എന്നെ സൗഖ്യമാക്കണമേ, എൻ്റെ രോഗം മാറ്റണമേ നിർത്ത്. ഒപ്പമുള്ള അയ്യോ വേദന എടുത്ത് കരയുന്ന ആശുപത്രി കിടക്കയിൽ നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ അറിയുന്ന രോഗത്തിന്റെ കഠിനതയാൽ ഭാരപ്പെടുന്ന ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി പേർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ, രോഗികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ രോഗത്തെ എൻ്റെ യേശു സൗഖ്യമാക്കും. താങ്ക് ഗോഡ്. കാരണം അവന്റെ അടിപ്പിണറിലാണ് നിങ്ങൾക്ക് സൗഖ്യം വരുവാൻ പോകുന്നത്. അവന് വേണ്ടിയല്ല അവൻ അടിപ്പിണറേറ്റ് വാങ്ങിയത്, നിങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദര പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കർത്താവ് ഇറങ്ങി വരിക. നിന്നെ സൗഖ്യമാക്കുവാൻ കർത്താവ് ഇറങ്ങി വരിക. ആശുപത്രി കിടക്കയിൽ ആ ഭവനത്തിനകത്ത് രോഗിയായി നീ ഭാരപ്പെട്ടായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ യേശു ഇറങ്ങി വന്ന് നിന്നെ സൗഖ്യമാക്കിയ താങ്ക് ഗോഡ്. സൗഖ്യം വ്യാപരിക്കുക. ആമേൻ. പ്രാർത്ഥിക്കുക. നിന്റെ കടഭാരത്തെക്കുറിച്ച് ഓർത്ത് മാത്രം നിന്റെ അയ്യോ അതിലും കടം കയറി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്, അതിലും ബാധിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഹോദര തകർന്ന ബിസിനസ്സുകളുമായി ആത്മഹത്യയുടെ മുമ്പിലായിരിക്കുന്ന ഒത്തിരി പേർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ, കട തുറക്കുവാൻ കഴിയാതെ, സാധനം ഇറക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന ഒത്തിരി പേർക്ക് വേണ്ടി, നീ അറിയുന്ന ഒത്തിരി പേർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥാപനത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. നീ കടത്തിൽ നിന്ന് പുറത്തു വരും. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് ഗോഡ്. ആമേൻ. പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കുക. പ്രാർത്ഥിക്കുക. ആമേൻ. യേശുവിൻ നാമത്തിൽ ആ ബാധ്യതയിൽ നീ പുറത്തു വരിക. ആ ബിസിനസ്സിനൊരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുക. നിന്റെ ജീവിതം നന്നായിരിക്കണം. ഞാൻ അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ ഭാവി, എനിക്ക് വസ്തു വേണം, എനിക്ക് വീട് വെക്കണം, എനിക്ക് വാഹനം വാങ്ങണം. നിങ്ങൾക്ക് ഒപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീടില്ലാത്ത ഒപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരി പ്രാർത്ഥിക്കുക. മാതാവേ പ്രാർത്ഥിക്കുക. അവരുടെ കണ്ണുനീരിനൊപ്പം നിന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. വസ്തുക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വാഹനമില്ലാത്തവർക്ക് വേണ്ടി ഭക്തിക്ക് നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് തന്നെ നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് മനോഹരമായ ഭവനത്തെ നൽകും. യേശുവിൻ നാമത്തിൽ നീ ആ ഭവനത്തെ പണിയുക. സ്വന്തം ഭവനത്തിൽ പണി പൂർത്തിയായ ഭവനത്തിൽ നീ പാർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ പോകുക. അതെ, നീ സ്വന്തമായി വസ്തു വാങ്ങുവാൻ പോകുക, നീ വാഹനം വാങ്ങുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീക്കിയിരിപ്പ് നിങ്ങൾക്കുണ്ടാകുവാൻ പോകുക. അപ്പോൾ നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറന്നിട്ടില്ലല്ലോ, 6 ടിപ്സും നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ മറുപടി കിട്ടും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ നിങ്ങളുടെ മക്കളുമായും ഭർത്താവുമായും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ ഒരു ചെറിയ കൂട്ടായ്മ, പ്രൈസർ ഫാമിലിയുടെ ഒരു ചെറിയ പതിപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് വലിയ അനുഗ്രഹമായിരിക്കുമെന്നേ. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം അതാണ്, ലോകം മുഴുവനും വിശ്വാസികളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ന് എന്താ ചെയ്യുന്നത്? അതിരുമാന്തക്കം, അപ്പുറത്തുള്ളവൻ്റെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടക്കം, കൊള്ളയടി, അയ്യോ വഴക്കൂടക്കം, ബഹളം, അതെല്ലാം മാറിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറും. ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കുമ്പോഴുള്ള സന്തോഷം, ഓ താങ്ക് ഗോഡ്. എനിക്കറിയത്തില്ല
കർത്താവ് ഇന്ന് ഒത്തിരി പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി സഹോദരിമാരുണ്ട്. കൂടെ ഉള്ളവർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, ദേശവാസികൾക്ക് വേണ്ടി സഹോദരന്മാരുണ്ട്, മക്കളുണ്ട്. പഠിക്കുന്ന സ്ഥലത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അതുപോലെ നിങ്ങളെ മാറണം, അതിനുവേണ്ടി ഒരു ഗൈഡൻസിന് വേണ്ടി ഞങ്ങളെ വിളിക്കുക. അതുകൊണ്ട് അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്നു, കൂട്ടായ്മയ്ക്ക് ആരുമില്ല, ഞങ്ങളുണ്ടെന്ന് പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രവർത്തിക്കും. എല്ലാ ഞായറാഴ്ചയും 10 മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധനയുണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യരുത്. നിങ്ങളൊരു ആലയത്തിൽ പോകുന്നില്ല എങ്കിൽ ലൈവ് സ്ട്രീം കാണുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കാണുക. ഒരു ആലയത്തിൽ നിങ്ങൾ കടന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബമായി, അതെ, ഒരു കുടുംബമായി നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നാൽ കണ്ടോ, ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പല നിലകളിൽ പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ ഭാരപ്പെടുന്നവർ, അപ്പോൾ ഇന്ന് ഞങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ പ്രാർത്ഥനയിൽ വരുത്തി. കർത്താവെ, ആ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി നൽകണമേ. യേശുവപ്പാ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങൾ വെട്ടിമാറട്ടെ. ജോലികൾ ലഭിക്കട്ടെ, ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ, ജോലി തടസ്സങ്ങൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തൊഴിലിടത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ശത്രുക്കൾ അവിടെ നിന്ന് മാറ്റപ്പെടട്ടെ. സ്തോത്രം. കടഭാരങ്ങൾ മാറട്ടെ, കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. പലിശക്കടകൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ഒരു വലിയ എമൗണ്ട് കൊടുക്കണം, അതിന് കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി, കർത്താവ് വഴി തുറക്കുക. പ്രാർത്ഥിക്കുക, കർത്താവ് വഴി തുറക്കുക. നിനക്ക് ലഭിക്കേണ്ട അവകാശം ലഭിക്കുക. ആ വസ്തു കച്ചവടം നടക്കുക. യേശുവിൻ നാമത്തിൽ കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശോപ്പാ, ഭർത്താക്കന്മാർ, ഭാര്യമാർ മടങ്ങി വരട്ടെ. കുടുംബത്തിനകത്ത് സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ. മാതൃകാ കുടുംബങ്ങളായി ഇവരുടെ കുടുംബങ്ങൾ മാറട്ടെ. ഇവരുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ അപ്പ. യേശോപ്പാ, തലമുറകൾ അനുഗ്രഹിക്കണമേ. വിവാഹങ്ങൾ നടക്കട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അഡ്മിഷനുകൾ കിട്ടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. യേശോപ്പാ, പഠന വൈകല്യങ്ങൾ മാറട്ടെ. ജയിച്ചു തുടങ്ങട്ടെ. ജയിച്ചു തുടങ്ങട്ടെ. എല്ലാ പരാജയവും മാറട്ടെ. തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പരാജയങ്ങൾ മാറട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അപ്പോൾ അങ്ങ് കൂടിയിരിക്കണമേ കർത്താവേ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട് കർത്താവ്, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ അപ്പോൾ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. സ്തോത്രം. യേശുവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. യേശോപ്പാ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ. താങ്ക് ഗോഡ്. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വിൽക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ചെറുതും വലുതുമായി ഇവർ ആവശ്യഭാരത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന സകല വിഷയങ്ങൾക്കും ഇന്ന് അങ്ങ് മറുപടി നൽകി ഇവരെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.